ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സ്പെഷ്യൽ പ്ലീഡർ അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപിനെയാണ് നിയമിച്ചത്. പ്രതിയുടെ ദൗർബല്യം അറിയുന്നയാൾ അഭിഭാഷകനാകുന്നത് നല്ലതല്ലേ എന്നാണ് ദേവസ്വം മന്ത്രി കെ. മുരളീധരന്റെ ന്യായീകരണം. ഞാൻ പറയാം, ഒരു കാരണവശാലും പ്രതികളാരും രക്ഷപ്പെടില്ല. അക്കാര്യത്തിൽ ഉറപ്പ് നൽകാം. പക്ഷേ പ്രതിക്ക് വേണ്ടി വാദിച്ചയാളല്ലേ ഇപ്പൊ സർക്കാരിന് വേണ്ടി വാദിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാണല്ലോ, നല്ല കാര്യം. തീരുമാനത്തെ അനുകൂലിക്കും. ക്യാബിനറ്റിലെടുത്തൊരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. പക്ഷെ അങ്ങ് അറിഞ്ഞുകൊണ്ട് സഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു നേരത്തെ തന്നെ. നിയമനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നും താൻ പ്രതികരിക്കേണ്ട വിഷയമല്ല എന്നുമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. ജയകുമാറിന്റെ പ്രതികരണം. സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ ആരാണ്? എനിക്കൊന്നും അറിയാമോ എന്താണ് അയാളെ? അവരുടെ അഭിഭാഷകനായിരുന്ന കെ.ബി. പ്രദീപിനെയാണ് ഇപ്പോൾ സർക്കാർ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായിട്ട്. എനിക്കതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ. ഞാൻ അഭിപ്രായപ്പെട്ട ഒരു വിഷയമല്ല. നിങ്ങൾ ശബരിമലയിലേക്ക് വരും, എനിക്കറിഞ്ഞൂടെ. കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണെന്നും നടപടിയിൽ നിഗൂഢതയുണ്ടെന്നും മുൻമന്ത്രി പി. രാജീവ് പ്രതികരിച്ചു. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ കേസ് പൂർണ്ണമായും അട്ടിമറിക്കുന്നതിനും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനുമുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രതിക്ക് വേണ്ടി വാദിച്ച ഒരാളെ ഇത്രമാത്രം വിവാദമായ വിശ്വാസ സമൂഹത്തെ വല്ലാതെ ഉലച്ച പ്രശ്നത്തിനകത്ത് ഗവൺമെന്റിന് വേണ്ടി വക്കീലാക്കി നിയമിക്കുക എന്നുള്ളത് കടുത്ത വെല്ലുവിളിയാണ് ഈ ഗവൺമെന്റ് ഉയർത്തിയിട്ടുള്ളത്. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രത ഈ സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചത് വിസ്മയമെന്ന് മുൻമന്ത്രി കെ. എൻ. ബാലഗോപാൽ. സ്വർണം കട്ടവർക്കെതിരായ കേസ് വാദിക്കാൻ അവരുടെ ഏജന്റ് തന്നെ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വിസ്മയമാണ് കേരളം കാണാൻ പോകുന്നതെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഒരു അസാധാരണമായി തോന്നുന്നു ഇത്തരത്തിൽ ഈ നിയമനം. കാരണം ഏറ്റവും ആ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട ഒരു കേസ്, ആ കേസിലെ പ്രതിസ്ഥാനത്തുള്ള ഒരു കക്ഷിയുടെ അഭിഭാഷകൻ ഗവൺമെന്റ് പ്ലീഡറായി വരുന്നതാണ്. ആ നിയമനത്തെ ന്യായീകരിക്കുന്നു മന്ത്രിമാർ. അതേസമയം പി. രാജീവിന്റെയും ഒപ്പം തന്നെ കെ. എൻ. ബാലഗോപാലിന്റെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. അതേ പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കൾ കൂടി പ്രതിയായ കേസാണ് ഈ സ്വർണ്ണക്കൊള്ള കേസ്, നമുക്കറിയാം. അപ്പോൾ എന്താണ് ഈ ന്യായീകരണത്തിനൊക്കെ പിന്നിൽ? ഏത് രീതിയിലാണ് ഈ പ്രദീപിന്റെ നിയമനം ഈ രീതിയിൽ വന്നത്? പ്രജിൻ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അവിടെയാണ് സ്വർണം പൂശാനായി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കോടതികളിൽ ഹാജരായ അഭിഭാഷകനാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നത്. കെ.ബി. പ്രദീപ് എന്ന ആളെയാണ് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട തീരുമാനമാണ് ഇത്. ഹൈക്കോടതിയിലെ മറ്റും ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ച കൂട്ടത്തിലാണ് കെ.ബി. പ്രദീപിനെ നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കോടതികളിൽ ഹാജരായിക്കൊണ്ടിരുന്ന അഭിഭാഷകനായ കെ.ബി. പ്രദീപിനെ ദേവസ്വം ബോർഡിന് തന്നെ പ്ലീഡറായി നിയമിച്ചിരിക്കുന്നത്. ഇത് തീർത്തും തെറ്റായ നടപടിയാണെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. കാരണം ഈ നേരത്തെ സ്വർണം കട്ടവരുടെ വിഭാഗത്തിൽപ്പെട്ട പ്രതിസ്ഥാനത്ത് നിന്ന ആളുകളാണ്. അവർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ഇപ്പോൾ ദേവസ്വം ബോർഡിന് വേണ്ടി വാദിക്കുമ്പോൾ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് എന്ന നിലയ്ക്കാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തെ ശക്തമായി എതിർക്കാനും ഇത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് തുറന്നു കാട്ടാനുമാണ് പ്രതിപക്ഷ തീരുമാനം. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ മുൻനിര നേതാക്കളായ കെ. എൻ. ബാലഗോപാലും പി. രാജീവുമൊക്കെ ഈ നിയമനത്തെ എതിർത്ത് രംഗത്ത് വരുന്നത്. ശരി, ആർ ശ്രീത്താണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.